കൗതുകത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ ഗിരി ചേച്ചിയുടെ കൂടെ തോട്ടത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പം വിക്രത്തിനോട് യാത്ര പറയാൻ തിരിയുമ്പം അനിയൻകുട്ടൻ ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. വേദ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ വേദ വിക്രത്തിനടുത്ത് പറയുന്നുണ്ട്, വിക്രം ദോൽ അത് നോക്കിയേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രവും കൂടെ ഭയങ്കര സന്തോഷവുമാണ്. അനിയൻകുട്ടന് അത്രയും മാറ്റം വന്നല്ലോ, കാരണം സ്വന്തമായിട്ട് ചായയൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി. അപ്പം കുറച്ചെങ്കിലും പഴയ അവസ്ഥയിലേക്ക് അനിയൻകുട്ടൻ വരുന്നെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടാവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഗീവർഗീസ് പറയുന്നുണ്ട്, എന്തായാലും അച്ഛനാണെങ്കിൽ കൈവച്ചിടം തൊട്ട് അനിയൻകുട്ടന് നല്ല മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ പതുക്കെ അനിയൻകുട്ടൻ പഴയ അവസ്ഥയിലാവും എന്ന് ഗീവർഗീസ് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനോട് യാത്ര പറഞ്ഞ് വേദ പോകുകയാണ്. ശേഷം ഗീവർഗീസ് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പള്ളിയിലോട്ട് പോവുകയാണ്, വിക്രം റെഡിയായിട്ട് വാ. എനിക്ക് റെഡിയാവാനൊന്നുമില്ല ചേട്ടാ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ അകത്ത് പോയി വീടും അടച്ചതിന് ശേഷം അവർ ഗീവർഗീസിൻ്റെ കൂടെ പോവുകയാണ്. അനിയൻകുട്ടനെയും കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് മേരി ചേച്ചിയും അതേപോലെ തന്നെ വേദയും കൂടെ നേരെ തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. തോട്ടത്തിലേക്ക് ചെന്ന് മേരി ചേച്ചി പറയുന്നുണ്ട്, എന്തായാലും മാനേജർ സമ്മതിച്ചുകൊണ്ട്, സാറ് വരുമ്പോഴത്തേക്ക് പണിയൊക്കെ തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് വേദയ്ക്ക് കാര്യങ്ങളൊക്കെ മേരി ചേച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എങ്ങനെയാണെന്നൊക്കെ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് മാനേജർ വരുന്നുണ്ട്. മാനേജർ വരുമ്പോൾ തന്നെ മേരി ചേച്ചിയുടെ ചോദിക്കുന്നുണ്ട്, പുതിയ ആൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അപ്പം ദാണ്ടെ നിൽക്കുന്നത് സാറേ എന്നും പറഞ്ഞിട്ട് വേദയെ കാണിച്ചു കൊടുക്കുകയാണ്. ആഹാ, ഇന്നലെ വന്ന ആളല്ലല്ലോ, ആൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും പണി നടക്കട്ടെ. എന്നിട്ട് വേദിയെടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇയാളെ എവിടെയും ഞാൻ കണ്ടൊരു പരിചയമുണ്ട്, എവിടെയെന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ എവിടുന്നാ വന്നെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മേരി ചേച്ചി പറയാണ്, എന്തായാലും സാറിനോട് അച്ഛൻ ഡീറ്റെയിൽസ് എല്ലാം പറയും, അപ്പം സാറിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുമെന്ന് മേരി ചേച്ചി പറയുകയാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇയാളെ ഞാൻ എവിടെയും കണ്ടിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മാനേജർ അങ്ങ് പോവുകയാണ്. അപ്പം വേദി ഇങ്ങനെ സംശയത്തോടെ അയാൾ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പണി തുടരുകയാണ്. ശേഷം അവർ പള്ളിയിൽ ചെല്ലുന്നുണ്ട്. അപ്പം ഗീവർഗീസിൻ്റെ കൂടെ വിക്രവും അതേപോലെ അനിയൻകുട്ടനും ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പം തന്നെ വിക്രവും അനിയൻകുട്ടനും കൂടെ അകത്തേക്ക് അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. അച്ഛൻ പറയുന്നുണ്ട്, അനിയൻകുട്ടനെ ഇവിടെ നിർത്തിയിട്ട് പള്ളിയുടെ പുറകിൽ കുറച്ച് വിറക് മുറിക്കാനുണ്ട്, ഗീവർഗീസിൻ്റെ കൂടെ ചെല്ലു, ഗീവർഗീസ് കാര്യങ്ങളെല്ലാം കാണിച്ച് തരുമെന്ന് വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അനിയൻകുട്ടനെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വിക്രമാണെങ്കിൽ ഗീവർഗീസിൻ്റെ കൂടെ ജോലിക്കായിട്ട് പോവുകയാണ്. അപ്പം അപ്പോഴത്തേക്ക് അനിയൻകുട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കി ക്കുകയും അതിനുള്ള അനിയൻകുട്ടന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അച്ഛനാണെങ്കിൽ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ഈ സമയത്ത് വിക്രമാണെങ്കിൽ ഗീവർഗീസിൻ്റെ കൂടെ പോയി അവിടെ കുറേ ചുള്ളികളും മറ്റുള്ള ജോലികളൊക്കെ ഗീവർഗീസിൻ്റെ കൂടെ പള്ളിയിൽ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ പതുക്കെ പതുക്കെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഈ ഗീവർഗീസിൻ്റെ കൂടെ നടന്ന് ചെയ്യാനൊക്കെ തുടങ്ങി. ഈ സമയത്ത് വേദയാണെങ്കിൽ തേയില ഉള്ളിക്കൊണ്ടിരുന്ന സമയത്ത് മാനേജറാണെങ്കിൽ ഒരു പേപ്പർ കൊണ്ടെടുത്തിട്ട് പറയുകയാണ്, ഇതിനകത്ത് എല്ലാവരും സൈൻ ചെയ്യണം, നിങ്ങളും സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് വേദനയെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, കൃത്യമായിട്ടുള്ള ഒപ്പ് തന്നെ ഇതിനകത്ത് ഇടണേ എന്ന് പറയാണ്. അങ്ങനെ വേദയ്ക്കാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വന്ന് ഇവർ ഒളിച്ച് താമസിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ വേദ എങ്ങാനും പിടികിട്ടിയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ വേദ അതിനകത്ത് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മാനേജർ പറയാണ്, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട്, അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്ന അത്ര പന്തിയല്ല, എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അത് ആ തൊഴിലത്തരട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ആ വീട്ടിലുണ്ടല്ലോ, അവിടെയാണ് താമസിക്കുന്നത്. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഭർത്താവും പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയുന്നത്. സുഖമില്ലാത്ത ആളാണെന്ന് മേരി ചേച്ചി അന്നേരം പറയുകയാണ്. സുഖമില്ലാത്ത ആളോ? ആ ഈ കൊച്ചിൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണെന്ന് അറിയാൻ കഴിഞ്ഞത്, അതിനത്ര സുഖമില്ല, എന്തോ കണ്ട് പേടിച്ച് സുഖമില്ലാതിരിക്കുക. പിന്നെ മൈക്കിളച്ഛൻ്റെ അടുത്ത് ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. ശരി ശരി എന്നാൽ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാനേജർ അങ്ങ് പോവുകയാണ്. അയാൾ പോകുന്നെങ്കിലും തിരിച്ച് വേദയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വേദ വീട്ടിൽ വന്ന് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ മാനേജറിന് എന്തോ സംശയമുണ്ട്, അയാളാണെങ്കിൽ ഇന്നും എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് എവിടെയാണ് വീട്, എവിടെ കണ്ടു പരിചയം ഉണ്ടെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇനി നമ്മളെ കണ്ടു പരിചയം എങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയണം, അത് നല്ലപ്പോൾ നമുക്ക് തോന്നിയായിരിക്കും, നീ ഇന്നാൾ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഒളിച്ച് താമസിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്, അതുകൊണ്ട് തോന്നിയായിരിക്കുമെന്ന് വിക്രം പറയാണ്. എന്തായാലും അവിടെ പോയതിന് ശേഷം എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടെന്ന് വേദ പറയുകയാണ്. അപ്പം എങ്ങനെ ഉണ്ട്, നിനക്ക് ഈ വെയിലത്തൊക്കെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, 2-3 ദിവസം ആകുമ്പോൾ ശരിയാവും,
ഈ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള ഒരു ജോലിക്ക് പോയതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വിക്രം എന്ന് പറയാണ്. അയാൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പം മേരി ചേച്ചി പറഞ്ഞായിരുന്നു ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടെന്ന്. അപ്പോൾ വിക്രം പറയണം അത് പറയണ്ടായിരുന്നു. ഞാനല്ല പറഞ്ഞു, മേരി ചേച്ചി അങ്ങ് പറഞ്ഞു പോയതാ, സുഖമില്ലാത്ത ആളാണെന്നും പറഞ്ഞെന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ വിക്രം പറയാണ് നമ്മൾ ഒരു വഴിയും അവർക്ക് തുറന്നു കൊടുക്കല്ലേ. ഇനി അയാൾ സംശയിക്കുന്ന പോലെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ആ സംശയം അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ചിലപ്പോൾ അയാൾക്ക് അന്വേഷിക്കണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പം അതിലേക്കൊരു വഴി തിരിക്കണ്ടായിരുന്നെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ് ഞാനൊരിക്കലും അങ്ങനെ പറയണമെന്ന് വിചാരിച്ചില്ല, മേരി ചേച്ചി അങ്ങ് പറഞ്ഞതാ, ചേച്ചിയുടെ മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് ചേച്ചി അങ്ങ് പറഞ്ഞതാണെന്ന് പറയാണ്. എന്തായാലും പോട്ടെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് വിക്രം പറയാണ്. അങ്ങനെ വേദ വിക്രത്തിൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് വേദ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വെയിലെല്ലാം കൊണ്ട് ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം വീട്ടിൽ വേദ വരുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഒട്ടും വയ്യ. അപ്പം വിക്രം അതേപോലെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വേദ കിടക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ഒരു വയ്യാത്ത പോലെ തലവേദന, ഒരു ചൂടുള്ളതുപോലെ പനിയാണെന്ന് തോന്നുന്നു എന്ന് വേദ പറയാണ്. വിക്രം നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോൾ നല്ല ചൂട്. ഇപ്പം വിക്രം പറയുന്നുണ്ട് നല്ല പനിയുണ്ടല്ലേ, പൊള്ളുന്ന ചൂടുണ്ടല്ലോ എന്ന് പറയാണ്. അതങ്ങ് മാറിക്കോളൂ. അപ്പം വിക്രമാണെങ്കിൽ വേദയുടെ നെറ്റിയിൽ തുണി നനച്ചിട്ട് കൊടുക്കുകയും വേദയ്ക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ അടുത്ത് തന്നെ ഇരുന്ന് വേദയെ പരിചരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം പിറ്റേന്നും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛനാണെങ്കിൽ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കുന്നതോടെ നമ്മുടെ പാപങ്ങൾ കുറേ ഇല്ലാതാവും. ചെയ്ത തെറ്റുകൾ ദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് മാപ്പപേക്ഷിക്കുന്നത് നമ്മുടെ തെറ്റുകൾക്ക് പാപമോക്ഷം കിട്ടുന്ന പോലാണെന്നൊക്കെ മൈക്കിൾ അച്ഛൻ വിക്രത്തിനോട് പറയണം. അങ്ങനെ വിക്രമാണെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ കുമ്പസരിക്കുന്നുണ്ട്. താൻ ചെയ്ത തെറ്റുകളും ഇത്രയും നാൾ ചെയ്ത പാപങ്ങളും എല്ലാം അച്ഛൻ്റെ മുന്നിൽ ഏറ്റു പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛനാണെങ്കിൽ വിക്രത്തിനെ ഉപദേശിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം അച്ഛൻ്റെ മുന്നിൽ ഏറ്റു പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദ സുഖമില്ലാത്തതുകൊണ്ട് കുറേ ദിവസം ജോലിക്ക് ചെന്നില്ല. അപ്പം അവിടെ ചെല്ലുമ്പം മാനേജർ ചോദിക്കുന്നുണ്ട് പുതിയ കൊച്ച് വരക്കം അങ്ങ് നിർത്തിയോ, ആ കൊച്ചിന് ഇനി ജോലിക്ക് വരത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മേരി ചേച്ചി പറയുന്നുണ്ട് അതിന് സുഖമില്ല, ചെയ്യാത്ത ജോലി ചെയ്ത് പനിയായതാണ്, കുറേ ദിവസം വെയിലൊക്കെ കൊണ്ടപ്പോഴത്തേക്ക് അതിന് വയ്യാതായി, സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അയാൾ വിചാരിക്കുകയാണ് ആയാലും ഇതിൻ്റെ പേരും പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റും. ചിലപ്പം അയാളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുമായിരിക്കും, ഇതാരാണ്, എവിടെ കണ്ടതെന്നുള്ളൊരു പരിചയം വരുമായിരിക്കും എന്ന് അയാൾ ആലോചിക്കുകയാണ്. അങ്ങനെ നേരെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വേദയുടെ വീട്ടിൽ ചെന്ന് ഡോറിൽ തട്ടുമ്പോഴത്തേക്ക് ആരും തുറക്കുന്നില്ല. വേദ ബാക്കിൽ കൂടെ വന്ന് നോക്കുമ്പോൾ മാനേജർ അങ്ങനെ നിൽക്കുന്നുണ്ട്. വേദ ഇങ്ങനെ ഭയന്ന് ഒളിച്ച് നിൽക്കുകയാണ്. കാരണം ഇയാൾക്ക് അങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല, പിന്നെ എന്തിനാണ് അയാൾ അങ്ങോട്ട് വന്നത്, ഇനി സത്യങ്ങളെന്തെങ്കിലും അയാൾക്ക് മനസ്സിലാക്കി തിരക്കി വന്നതാണോ എന്നുള്ളൊരു ഭയത്തിൽ വേദ ഒളിച്ച് നിന്ന് ആരാന്ന് നോക്കുവാണ്. അപ്പോൾ ഇയാളാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അയാളുടെ മുന്നിലേക്ക് ചെല്ലുന്നില്ല. വീണ്ടും ഇയാൾ കിടന്ന് തട്ടുവാണ്. അവസാനം ഗതിയില്ലാതെ വന്ന് വേദ ഡോറ് തുറക്കുന്നുണ്ട്. സാർ എന്താ വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, കുറച്ച് ദിവസം കൊണ്ട് പണിക്കാണെന്നില്ല, തനിക്ക് സുഖമില്ലെന്ന് പറയുന്നു. സുഖമില്ലാത്തതുകൊണ്ടാണ് വന്നത്, ഇപ്പം പനിയൊക്കെ മാറിയിട്ടുണ്ട്, ഞാൻ ഉടനെ തന്നെ ജോലിക്ക് എത്തുന്നുണ്ട്. അല്ല, തൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ഇല്ല, പള്ളിയിൽ പോയേക്കുക. അല്ല, ഞാനിതുവരെ തൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എവിടെയോ വെച്ച് പരിചയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി തൻ്റെ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ പരിചയം ാലോ, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായാലോ എന്ന് അയാൾ വേദയെടുത്ത് പറയാണ്. അപ്പം വേദ പറയാണ് ഇപ്പോഴെങ്ങും ഹസ്ബൻഡ് വരത്തില്ല, പള്ളിയിലേക്ക് പോയേക്കുക, ഇനി വൈകിട്ടെങ്ങാനും നോക്കിയാൽ മതിയെന്ന് വേദ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണ്. തോട്ടത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങിയതാണെന്ന് വേദ പറയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അയാൾക്ക് നല്ല സംശയമുണ്ട് വേദയും വിക്രത്തെ എവിടെ കണ്ടിട്ടുണ്ടെന്ന്. അയാൾ തന്നെ മിക്കവാറും വേദയ്ക്ക് വിക്രത്തിനെ കുരുക്കാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്.